ഫൈസാനട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോറിന്റെ കൂടെയും ദോശയുടെ കൂടെയും പുട്ടിന്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു വാഴയ്ക്ക ചെറുപയർ കറിയായല്ലോ ഇന്ന്. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 3 ചെറിയ വാഴയ്ക്ക ചെറിയ പീസായി ഇതേപോലെ കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 3/4 കപ്പ് ചെറുപയർ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് തേങ്ങ ചിരവിയത്, 5 ചുവന്നുള്ളി, 3 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 5 ഉണക്കമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. വളരെ പെട്ടെന്ന് തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായിട്ടൊരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിക്കാം. പിന്നീട് ഫ്ലെയിം ഓൺ ആക്കിയതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാറ്റി വെച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സോക്ക് ചെയ്ത് വെച്ച് പയറ്, അതിനുശേഷം വാഴയ്ക്ക കട്ട് ചെയ്ത് വെച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ശേഷം കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഫസ്റ്റ് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 2 വിസിൽ വരുന്നവരെ കൂടി വെയിറ്റ് ചെയ്ത് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വിസിൽ സെറ്റിലാവുന്നവരെ വെയിറ്റ് ചെയ്യണം. സെറ്റിലായ ശേഷം നമുക്ക് കുക്കർ തുറന്നു നോക്കാം. അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിട്ട് ഉണക്കമുളകിൽ നിന്ന് 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില, അതേപോലെ തന്നെ വെളുത്തുള്ളി. ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നന്നായിട്ട് ഇളക്കി 2 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക. 2 മിനിറ്റിന് ശേഷം ഇതിലേക്ക് ചെറിയ ജീരകം, 1 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ട് ഇളക്കുക. ഇനി തേങ്ങ ഒന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. തേങ്ങ ഇപ്പം അത്യാവശ്യം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പത്ത് നിന്ന് മാറ്റി തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അതിനുശേഷം വളരെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. കുക്കറിൽ വെച്ച് വേവിച്ചെടുത്ത് പച്ചവാഴയ്ക്കും അതേപോലെ തന്നെ ചെറുപയറും ഒന്ന് ഉടച്ചിട്ടുണ്ട്. ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് അരച്ച് ചേർത്ത് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ തേങ്ങ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി ചേർത്ത ശേഷം വെള്ളം കുറവുണ്ട് എങ്കിൽ അതിലേക്ക് ഈ തേങ്ങ അരച്ച് ആ പാത്രം ഒന്ന് ജസ്റ്റ് കഴുകി കൊടുത്താൽ മതി. ഇതിൽ ആവശ്യത്തിന് വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ വേറെ വെള്ളം ചേർക്കുന്നില്ല. ഈ സമയത്ത് വെള്ളം കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് നോക്കണം. ഉപ്പ് ചേർത്ത ഉപ്പ് നമ്മൾ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. 1 ടീസ്പൂൺ ഉപ്പ് പയർ വേവിച്ച സമയത്ത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഒരു 5 to 7 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. 7 മിനിറ്റിന് ശേഷം ഇത് അടുപ്പത്ത് നിന്ന് മാറ്റിയിട്ട് അവിടെ നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ബാക്കി വെച്ച 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് ബാക്കി മാറ്റി വെച്ചിട്ടുള്ള മുളക് നടുകൊന്ന് കീറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത ശേഷം കടുക് പൊട്ടിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചവാഴയ്ക്കയും ചെറുപയറും ചേർത്ത് തയ്യാറാക്കിയ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചെറുപയറും അതേപോലെ പച്ചവാഴക്കയും ചേർത്ത് നമ്മൾ തയ്യാറാക്കിയ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ടിന്റെ കൂടെയോ ഇടിയപ്പത്തിന്റെ കൂടെയോ ചോറിന്റെ കൂടെയോ എല്ലാം കഴിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതേപോലെ മറ്റൊരു വീഡിയോയും മറ്റൊരു വിഭവമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.